എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജീഷ് ഗോവിന്ദൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും പ്രായം കുറച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ഇപ്പോൾ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, ഞാനെങ്ങനെയൊന്നും അല്ലാന്ന്. ശരിക്കും ആലോചിച്ച് നോക്കൂ, എപ്പോഴെങ്കിലുമൊക്കെ പ്രായം കുറച്ച് കാണിക്കുന്നതാണ് നല്ലത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. മാർക്കറ്റിൽ പല പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. പലതിൻ്റെയും പരസ്യമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രായം കുറക്കും, ഇത് കഴിച്ചാൽ പ്രായം കുറയും, ഈ ഇഞ്ചക്ഷൻ എടുത്താൽ പ്രായം കുറയും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രോഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട്. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ പല കമ്പനികളും എന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട്, ഇതൊന്ന് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പലതും ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ട് അത് ഓക്കെ എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പലതും പ്രൊമോട്ട് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ എനിക്കൊരു ഉത്തമ ബോധ്യം ഉണ്ടാവണം, ഈ പറഞ്ഞൊക്കെ ശരിയാണ്. നാളെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതെനിക്ക് മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ അത്തരം പ്രോഡക്റ്റുകളൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിൽ പലതരം പ്രോഡക്റ്റുകൾ ഉണ്ട്. ചില പ്രോഡക്റ്റുകളിൽ എഴുതി കാണും, ഇത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെളുക്കും. ഈ പ്രായം കുറക്കുന്ന അതേപോലെ തന്നെ പലരും ചിന്തിക്കുന്ന മറ്റൊരു കാര്യമാണ് എങ്ങനെയെങ്കിലും ഒന്ന് വെളുക്കണമെന്ന്. എന്താണ് അവർ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. വെളുത്ത കളറാണ് നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് പലരും വെളുക്കാൻ വേണ്ടിയിട്ട് പല പ്രോഡക്റ്റുകളും ഉപയോഗിക്കുക. അതിൽ പലതരം ക്രീമുകളൊക്കെ ഉണ്ടാവും, മുഖത്തൊക്കെ തേക്കുന്ന ക്രീമുകളൊക്കെ വാങ്ങി പലരും ഉപയോഗിക്കും. വലിയൊരു വിരോധാഭാസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം ക്രീമുകൾ ഉപയോഗിച്ച് പുറത്തിറങ്ങുമ്പോഴുള്ള ഒരു അവസ്ഥ നിങ്ങൾ കാണണം. ഞാൻ ഈയിടെ ഒരാളെ കണ്ടു, വഴിയിൽ വെച്ച് ഒരാളെ കണ്ടു. എങ്ങനെയാണെന്നറിയോ, മുഖം നല്ല വെളുവളായിട്ട്, നല്ല വെളുത്ത മുഖമാണ്. ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചെവി വേറെ കളറാണ്, കഴുത്ത് വേറെ കളറ്, കൈ വേറെ കളറ്, കാല് വേറെ കളർ, ഇങ്ങനെയാണുള്ളത്. ഫേസ് മാത്രം, ഫേസിന്റെ ഇത്ര റൗണ്ട് ഭാഗം മാത്രം നല്ല വെളുപ്പ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഏതോ ക്രീമും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വെളുപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കുമ്പോ എങ്ങനെ തോന്നുന്നു വെച്ച് കഴിഞ്ഞാല്, മുഖം ഇങ്ങനെ ഫിറ്റ് ചെയ്ത പോലെ ഉണ്ട്. ഒരു ബോഡിയിൽ വേറെ കളറുള്ള ഒരു ബോഡിയിൽ വെളുത്തൊരു മുഖം ഫിറ്റ് ചെയ്ത പോലെയാണ് ഉള്ളത്. ഇത് വഴിയിൽ വെച്ച് ഞാൻ ഒരു പ്രാവശ്യം കണ്ടതല്ല, പല പ്രാവശ്യം ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കാണാറുണ്ട്. അതായത് മുഖം മാത്രം വേറെ കളർ ഉണ്ടാവും. ഇത് മേക്കപ്പ് ചെയ്ത് മാറ്റുന്നതാണ്, വെളുപ്പിക്കാൻ വേണ്ടി കുറെ സാധനങ്ങൾ തേക്കുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെളുപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഫുള്ള് വെളുപ്പിക്കണം. അതായത് കൈയും കാലും നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ട് കാണുന്ന ഭാഗമൊക്കെ വെളുപ്പിക്കണം. അല്ലാണ്ട് മുഖം മാത്രം വെളുപ്പിച്ചിട്ട് ഈവൻ ചെവി പോലും വേറെ കളർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വെളുപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വളരെ എന്താ പറയണ്ടേ, മോശമായിട്ടാണ് പലപ്പോഴും തോന്നുക. മോശം എന്നല്ല, വളരെ ഒരു അഭംഗിയാണ് ഉണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ മേക്കപ്പ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്, മുഖം മാത്രം ഫിറ്റ് ചെയ്ത പോലെ ഉണ്ടോ എന്ന് നോക്കുക. കയ്യും കാലൊക്കെ ആളുകൾ ശ്രദ്ധിക്കും. എക്സ്പോസ്ഡ് ആയിട്ട് കാണുന്ന ഭാഗം, കഴുത്ത് ചെവിയൊക്കെ ഇങ്ങനെ കാണൂലേ പുറത്തേക്ക്, അതൊക്കെ ആളുകൾ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകള് ഇതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വളരെ ബോറാണ് പുറത്തിറങ്ങുമ്പോൾ. ഇനി ഇന്ന് പറയുന്നത് ഇതൊന്നും അല്ല കേട്ടോ, മറ്റൊരു കാര്യത്തെ പറ്റിയിട്ടാണ്. 10 വയസ്സ് കുറച്ച ഒരാളെ പറ്റിയിട്ടാണ്. പെട്ടെന്ന് 10 വയസ്സ് കുറച്ചു. പ്രായം കുറച്ചത് ആരാണെന്ന് അറിയണ്ടേ? US മുൻ നാവിക ഉദ്യോഗസ്ഥനും ഗവേഷകനുമായ ജോസഫ് ഡിറ്റൂരിയാണ്. പ്രായം കുറച്ചത് എങ്ങനെയാണെന്നറിയാമോ? കടലിനടിയിൽ കഴിഞ്ഞിട്ടാണ്. 93 ദിവസമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അദ്ദേഹം കഴിഞ്ഞത്, കടലിനടിയിൽ. അവിടെ നിന്ന് പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തെ പരിശോധിച്ച് നോക്കിയപ്പോൾ മെഡിക്കൽ വിദഗ്ധന്മാർ പറഞ്ഞത് 10 വയസ്സ് പ്രായം അദ്ദേഹത്തിന് കുറഞ്ഞു എന്നാണ്. പ്രത്യേകം തയ്യാറാക്കിയ ഒരു പേടകത്തിലാണ് അദ്ദേഹം കടലിനടിയിൽ താമസിച്ചത്. 93 ദിവസം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ശാസ്ത്രജ്ഞരൊക്കെ അദ്ദേഹത്തെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 10 വയസ്സ് പ്രായം കുറഞ്ഞിരിക്കുന്നു. ജനിതക ഘടനയിലുള്ള ടെലോമറിസ് എന്ന ഭാഗം സാധാരണയായിട്ട് പ്രായം കൂടുന്നതോറും ചുരുങ്ങും. പക്ഷെ ഇദ്ദേഹത്തെ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് അത് 20% നീണ്ടു എന്നാണ്. ഇതാണ് ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കൂടാതെ ശരീരത്തിലെ വിത്ത് കോശങ്ങളുടെ എണ്ണം കൂടി, കൊളസ്ട്രോൾ 72 കൗണ്ട് കുറഞ്ഞു. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ബോഡിയിൽ സംഭവിച്ചത്.
വെള്ളത്തിനടിയിലുണ്ടാകുന്ന മർദ്ദത്തിന്റെ ഫലമായാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് മെഡിക്കൽ വിദഗ്ധന്മാർ പറയുന്നത്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് എന്താ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടോ കടലിനടിയിൽ പോയിട്ട് താമസിക്കണമെന്ന്? വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും വീണ്ടും മറ്റൊരു വ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.